ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയക്കുന്നതിന് പിന്നാലെ എംപിമാരുടെ സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കും. ബൽറാം നെടുങ്ങാടി മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ഇന്ത്യയുടെ ചുവട് പിടിച്ചാണോ പാകിസ്ഥാന്റെ നീക്കം, അതോ പാകിസ്ഥാൻ നേരത്തെ ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നോ? SKN, ഇന്ത്യ ഇത്തരത്തിലൊരു സർവകക്ഷി സംഘത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമാനമായ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പെഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതും ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭീകരവാദികളെ സംരക്ഷിക്കുന്നു പാകിസ്ഥാൻ, അവർക്ക് അഭയം നൽകുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഇക്കാര്യം നേരത്തെ തന്നെ പല വിദേശ രാജ്യങ്ങളുമായും അവരുടെ പ്രതിനിധികളുമായും ആശയവിനിമയം നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഒരു ലോകരാജ്യവും ഉണ്ടായിരുന്നില്ല, തുർക്കി ഒഴികെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിച്ഛായ മെച്ചപ്പെടുത്താനായി ഇന്ത്യ രൂപീകരിച്ചതിന് സമാനമായി എംപിമാരുടെ പ്രതിനിധി സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും വിവിധ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ബന്ധമുള്ള, പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഇതിൽ തങ്ങൾക്ക് ഭീകരവാദവുമായി ബന്ധമില്ല എന്ന പ്രചരണം വിവിധ രാജ്യങ്ങളിൽ നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്.